ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ബാച്ചിലേഴ്സ് മന്തി ആക്കിയാലോ. ഉള്ള ഇൻഗ്രീഡിയൻ്റ് വെച്ച് പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന അതിന് ഞങ്ങളൊരു 1 കിലോ ബാസ്മതി അരി എടുത്ത് പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചു. അതിൻ്റെ അകത്ത് കുറച്ച് പെപ്പർ പൗഡറും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ചില്ലി പൗഡർ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. ഒരു 3 ഉള്ളി, ഒരു 3 തക്കാളി, 2 ചെറുനാരങ്ങ, ഇതൊക്കെയാണ് ഞാൻ ഇൻഗ്രീഡിയൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ചോറ് വെക്കുക, സാധാരണ ഒരു ചെമ്പ് വെച്ചിട്ട് അതിനൊരു വെള്ളം വെച്ചിട്ട് സാധാരണ വൈറ്റ് റൈസ് ഉണ്ടാക്കുന്ന പോലെ ചോറ് വെച്ചെടുക്കാം, ഊറ്റിയെടുക്കാൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് അളവൊന്നും വേണ്ട. അതെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചോറ് എടുക്കുന്ന പോലെ വെള്ളം കൂടി പോയാലും കുഴപ്പമില്ല, നമ്മൾ ഊറ്റിയെടുക്കുന്നതല്ല. അതിൻ്റെ അകത്ത് ആ ചോറിലേക്ക് കുറച്ച് ഹോൾ പെപ്പർ, കുറച്ച് ഗരം മസാല, ഒരു ബേ ലീവ്സ് അതുകൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ചേർക്കുക. അത് ഓപ്ഷനല്ല, അത് ചോറ് ഒട്ടിപ്പിടിക്കാൻ അല്പം ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും, അപ്പോൾ സാധാരണ നമ്മൾ ചോറിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഉപ്പിടാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് അടുത്ത സ്റ്റൗവിൽ നല്ല കട്ടിയുള്ള ഒരു വലിയ പാത്രം വെച്ച് അതിൻ്റെ അകത്ത് ഒരു 150 മുതൽ 200 ml വരെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ആ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യുക. അപ്പോൾ ഒരു നല്ലോണം കുക്ക് ചെയ്തതിന് ശേഷം നമ്മളത് തിരിച്ചിടുക. തിരിച്ചിട്ടതിന് ശേഷം നമ്മളൊരു 3 ഉള്ളി, സവോള അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. 3-4 ഇതെല്ലാം നമ്മളെ ഇഷ്ടം പോലെ, ഒരു 3 4 സവോള അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക. എന്നിട്ട് മൂടി വെക്കുക. അപ്പോൾ സവോള കുറച്ചൊന്ന് വേകുന്ന ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ ചിക്കനും പോകും, ആ സവോള അതിൻ്റെ അകത്തേക്ക് റെഡിയാവും. ആ സമയത്തേക്ക് നമുക്ക് അല്പം ജീരകം, നല്ല ജീരകം, കുറച്ച് പട്ട, ലവങ്ങ, ഏലക്ക ഒക്കെ കുറച്ച് അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നല്ല ജീരകം എടുത്ത് അപ്പോഴത്തേക്ക് നമ്മൾ ചോറ് അവിടെ നിന്ന് ആകുന്നുണ്ട്, ഏകദേശം ആവാറായി. നമുക്കൊരു 90% വെന്ത് കിട്ടിയാൽ മതി ചോറ്. പിന്നെ നമ്മൾ ഇറച്ചിയിലേക്ക് നമ്മളൊരു 4 തക്കാളി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഒരു 4-5 പച്ചമുളക്, അത് എരിവിനനുസരിച്ച്. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിക്ക് പകരം പേസ്റ്റാണ് ചേർക്കുന്നത്. ആണെന്ന് പറഞ്ഞാൽ അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തൊരു 10 രൂപയുടെ പാക്കറ്റ് അതിലിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ. നമ്മൾ ചോറ് റെഡിയായുണ്ട്, ഊറ്റി വെച്ചു. അതിൻ്റെ അത് വേണമെങ്കിൽ പിന്നെ ഊറ്റി വെച്ച ചോറ് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ചാൽ നല്ലോണം അടിയിലെ വെള്ളമൊക്കെ വാർന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചോറ് റെഡിയായുണ്ട് ഇവിടെ. അപ്പോഴത്തേക്ക് നമ്മളെ മസാല ഏകദേശം റെഡിയായി, എല്ലാം മിക്സായി. ഇപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം പിന്നെ മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലിപ്പൊടി കുറച്ച്, പിന്നെ കുറച്ച് ഗരം മസാല. ഇതിലുണ്ട് ഞങ്ങൾ ആദ്യം കാര്യമായിട്ട് മസാല ചേർക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ കുറച്ച് ക്രഷായിട്ടുള്ള പെപ്പർ പൊടി ചേർത്താലും മതി. അതിലിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ ഇറച്ചിയൊക്കെ നല്ല പാകമായുണ്ട്. ഇനി ഒരു ലെമൺ ജ്യൂസ് ചേർത്ത് ഒന്നിൻ്റെ, സാധാരണ ഉണക്ക നാരങ്ങ അത് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ലെമൺ ഇവിടെ ചേർത്ത്. പിന്നെ കുറച്ച് ലീവ്സുകൾ, കൊത്തമല്ലിയും പുതിനയും അത് ചേർത്തതിന് ശേഷം മെയിനായിട്ട് വേണ്ട മാഗി ക്യൂബ്സ് അതൊരു 2-3 എണ്ണം ചേർക്കുക. ഉപ്പ് ആവശ്യത്തിന്, മാഗി ക്യൂബ്സിൽ ഉപ്പുള്ളതുകൊണ്ട് അല്പം ഉപ്പ് ചേർത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചോറ് അതിലോട്ടേക്ക് മാറ്റുക വേണ്ട. ഫുള്ളായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചോറ് മുഴുവനും ഇതിലോട്ട് പോകാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ദമ്മിടാൻ ചാർക്കോൾ ഇവിടെ കിട്ടാത്തതുകൊണ്ട് നമ്മളൊരു ചിരട്ട സ്റ്റൗവിൽ വെച്ചാൽ തീ പിടിച്ചതിന് ശേഷം പുറത്ത് വെച്ചിട്ട് നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ട് അത് കരിയാക്കി എടുത്താൽ മതി. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങ അതിൽ അല്പം ഉപ്പ് ഇട്ടിട്ട് ഈ ചോറ്റിൽ ഒഴിച്ച് കൊടുക്കുക, കളറിന് വേണ്ടിയിട്ട്. അത് ഓപ്ഷനല്ല. നമ്മൾ ചിരട്ടയൊക്കെ അവിടെ കണലാവുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ദമ്മിടാൻ ഒരു 2-3 പച്ചമുളക് വെറുതെ കുത്തി വെച്ച് കൊടുക്കുക. നമ്മൾ ചിരട്ട ഏകദേശം കണലായി. 4 കുറേ തുണി കൊണ്ട്
നനഞ്ഞ തുണി കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ട് ആ ചിരട്ട കണൽ അതിനകത്ത് വെച്ച് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പെട്ടെന്ന് മൂടി വെക്കണം. സൺഫ്ലവർ ഒഴിച്ചാൽ ആവി പുറത്തൊട്ടും പോകാതെ പെട്ടെന്ന് തന്നെ മൂടി വെച്ചതിന് ശേഷം കനലുള്ള എന്തെങ്കിലും വെച്ചിട്ട് അത് ഒരു 1/4 മണിക്കൂർ തൊട്ട് അരമണിക്കൂർ ഒന്ന് ഇത് ചെയ്യണം. അതിനുശേഷം ഇപ്പം നമ്മളത് തുറന്നതിന് ശേഷം അല്പം ഗീ തൂവി കൊടുക്കുക. ഗീ തൂവിയതിന് ശേഷം ഈ ചോറ് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്യുക അടിയിൽ നിന്ന് മേലോട്ട്. അത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചിക്കനൊക്കെ ഇങ്ങ് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം കംപ്ലീറ്റ് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഉടയാതിരിക്കാൻ പുറത്തെടുത്ത് വെക്കുന്നത്. ആ ചിക്കനൊക്കെ പുറത്തെടുത്തതിന് ശേഷം ചോറ് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ചിക്കൻ തിരിച്ച് നമുക്ക് ഈ ചോറിൻ്റെ മേലെ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് എടുക്കാനുള്ള സൗകര്യമായിരിക്കും. അപ്പോൾ നമ്മളെ ചോറൊക്കെ റെഡിയായി, ചിക്കനും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.